Next we define the boundary condition for the tangential component of P. So for the tangential component of defining the boundary condition for tangential component, we are going to use equation 2. So here this integration is performed along a closed loop, ambient loop. So we want to define ambient loop. നേരത്തെ closed surface ലായിരുന്നു, അവിടെ നമ്മൾ Gaussian surfaces define ചെയ്തു. ഇവിടെ ambient loop ആണ്, നമുക്കൊരു ലൂപ്പാണ് ഡിഫൈൻ ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാനായിട്ട്. So here we consider a rectangular ambient loop at the interface as shown in figure. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു നേരത്തെ സർഫസ് ആണ്, ഇവിടെ പക്ഷേ ലൂപ്പാണ് കൺസിഡർ ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ. ഇവിടെ ഈ ആംബിയൻ ലൂപ്പിൻ്റെ ഒരു ഭാഗം മീഡിയം 1-ലാണ് വരുന്നത്, താഴെ ഈ ഡോട്ടഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് മീഡിയം 2-ലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഇൻ്റർഫേസിലാണ് ഈ ലൂപ്പ് ഇരിക്കുന്നത്. ലൂപ്പിൻ്റെ പകുതി ഭാഗം PQ എന്നുള്ള സെക്ഷൻ മീഡിയം 1-ലാണ്, RS എന്നുള്ള സെക്ഷൻ മീഡിയം 2-ലാണ് ഇരിക്കുന്നത്. Now apply equation 2. Equation 2 is closed line integral B dot dl. അതിൽ നമുക്ക് എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം? റെക്ടാങ്കുലർ ലൂപ്പ് ആയതുകൊണ്ട് 4 സെഗ്മെൻ്റ് ആയിട്ടാണ് P to Q, Q to R, RS and S to P. 4 ഇൻ്റഗ്രലായിട്ട് എഴുതി. And that is equal to right hand side is mu 0 I enclosed. Ampere's law ആണ്. So mu 0 I enclosed. Now here we are taking the width of the loop tends to 0. നേരത്തെ നമ്മൾ thickness 0 ആക്കിയ പോലെ തന്നെ ഇവിടെ in the limit as width W tends to 0, what happens? The line integral contribution from this segment and this segment vanishes. ഇവിടെ നമ്മൾ പെർഫോം ചെയ്യുന്നത് ലൈൻ ഇൻ്റഗ്രൽ ആണ്. ലൈൻ ഇൻ്റഗ്രൽ ലെങ്ത്ത് തന്നെ 0 ആയിട്ട് പോവുകയാണെങ്കിൽ, ഈ രണ്ട് സൈഡിലെ വിഡ്ത്ത് തന്നെ 0 ആയിട്ട് പോവുകയാണെങ്കിൽ ആ ലൈൻ ഇൻ്റഗ്രൽ കോൺട്രിബ്യൂഷൻ 0 ആണ്. സോ വി ക്യാൻ നെഗ്ലക്റ്റ് ദി integral terms in equation 2 and equation 4. Second and fourth integral vanishes. പിന്നെ ബാക്കി വരുന്നത് എന്താണ്? ഇൻ്റഗ്രൽ P to Q എവിടെയാണ്? PQ സെഗ്മെൻറ്റ് മീഡിയം 1-ലാണ്. സോ അതിന് B1 ഡോട്ട് DL എന്ന് എഴുതി, പ്ലസ് തേർഡ് ഇൻ്റഗ്രൽ R to S that is in medium 2. So integral R to S B dot DL equal to mu 0 I enclosed. നമുക്ക് വേണ്ടത് ഈ സർഫസിൽ വരുന്ന ടോട്ടൽ കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദി ആംബിയൻ ലൂപ്പ്. So we assume that there is a surface current density at the interface. ഈ ഇൻ്റർഫേസിൽ ഒരു സർഫസ് കറണ്ട് ഡെൻസിറ്റി ഉണ്ടെന്ന് ജനറലി അസ്യൂം ചെയ്യുക. So what is surface current density? Surface current is defined as current flowing per unit length perpendicular to the flow. Current flowing per unit length perpendicular to the flow. So we can write DI is equal to K times DL perpendicular. ഓക്കെ, സോ ഇതാണ് ഈ ആംബിയൻ ലൂപ്പ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. DL ലെങ്ത്തിലുള്ള ഈ ആംബിയൻ ലൂപ്പ് ഇൻക്ലൂഡ് ചെയ്യുന്ന കറണ്ട് ഇതാണ്. സോ ഇത്രയും കറണ്ട് ഇവിടെ പോവുകയാണെങ്കിൽ DL ലെങ്ത് ഉണ്ടെങ്കിൽ K ടൈംസ് DL ആണ് അതിൽ കൂടെ പോകുന്ന ഈ ആംബിയൻ ലൂപ്പ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആംബിയൻ ലൂപ്പിൽ മാത്രം I enclosed by the ആംബിയൻ ലൂപ്പ് മാത്രം കൺസിഡർ ചെയ്യേണ്ടു, ഇതിനപ്പുറത്തുള്ളതൊന്നും കൺസിഡർ ചെയ്യേണ്ട. സോ ദാറ്റ് ഈസ് ഗിവൺ ബൈ K DL. ഇവിടെ DL പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ DL തന്നെയാണ്. സോ mu 0 K DL. Now if the loop has only infinitesimal length, അപ്പോൾ നേരെ കുറച്ച് സിംപ്ലിസിറ്റിക്ക് വേണ്ടി ഞാൻ ഇൻ്റഗ്രേഷൻ ഒഴിവാക്കാൻ വേണ്ടി ഒരു ഇൻഫിനിറ്റസിമൽ ലെങ്ത് ഉള്ള റെക്റ്റാങ്കിൾ തന്നെയാണ്, ഇതിൻ്റെ ലെങ്ത് DL തന്നെയാണ്, ഒറ്റ ഇൻഫിനിറ്റസിമൽ ലെങ്ത് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഫർദർ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇൻ്റഗ്രേഷൻ ഒഴിവാക്കാം, ഒറ്റ എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. സോ B1 ഡോട്ട് DL, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ ഇൻ്റഗ്രേഷൻ പെർഫോം ചെയ്യുന്നത് P to Q ആണ്. അപ്പോൾ ഈ ഡയറക്ഷനെ നമ്മൾ പോസിറ്റീവ് ഡയറക്ഷനായിട്ട് എടുത്തു. പിന്നെ അടുത്ത സെഗ്മെൻറ്റിൽ R-ൽ നിന്ന് S-ലേക്കാണ് പോകുന്നത്. സോ ദിസ് ഈസ് opposite to the original direction. So we are putting a negative sign here. So B2 then RS എന്നുള്ളത് മീഡിയം 2-ലാണ്. So subscript 2 B2 dot DL is equal to mu 0 K DL. And what is the meaning of B1 dot DL? We are taking the component of B along the direction of DL. Component of B along the direction of DL. ഈ DL എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഈ DL ഈ സർഫസിന് പാരലായിട്ടാണ് പോകുന്നത്, ഈ ഇൻ്റർഫേസിന് പാരലായിട്ട് പോകുന്നത്. അപ്പോൾ ഇൻ്റർഫേസിന് പാരലായിട്ട് പോകുന്ന ബിയുടെ കമ്പോണൻറ്റ്, ഇപ്പോൾ ബിക്ക് നോർമൽ കമ്പോണൻ്റ് ഉണ്ട്, പാരലൽ കമ്പോണൻ്റ് ഉണ്ട്. അപ്പോൾ ഈ ലെങ്ത്തിന് അല്ലെങ്കിൽ ഈ സർഫസിന് പാരലായിട്ട് പോകുന്ന കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പാരലൽ കമ്പോണൻ്റ് ആണ്, അല്ലെങ്കിൽ ടാൻജൻഷ്യൽ കമ്പോണൻ്റ് ആണ്. BT അല്ലെങ്കിൽ B പാരലൽ ആണ്. സോ B1 ഡോട്ട് DL ക്യാൻ ബി റിട്ടൺ ആസ് B1 പാരലൽ ഇൻറ്റു DL മൈനസ്, സോ B2 ഡോട്ട് DL ഈസ് B2 പാരലൽ DL. mu 0 K DL, DL cancels on both sides, we will get B1 parallel minus B2 parallel equal to mu 0 K. So what it means? B1 parallel equal to B2 parallel plus mu 0 K. ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? രണ്ടും ഈക്വൽ ആണെന്ന് കിട്ടിയത്. ഇവിടെ ഈക്വൽ ആണോ?
B1 parallel equal to B2 parallel plus mu 0 K. So K makes an discontinuity. So we can say parallel or tangential component of B is discontinuous by an amount given by surface current density K. ഈ സർഫസിൽ ഒരു കറണ്ട് ഉണ്ടെങ്കിൽ സപ്പോസ് K is equal to 0, സർഫസിൽ വേറെ കറണ്ട് ഒന്നുമില്ല, സോ ദിസ് ഈസ് 0. We can write B1 parallel equal to B2 parallel as we said for the perpendicular component. പക്ഷേ ജനറലി ഒരു സർഫസ് കറണ്ട് ഉണ്ടെങ്കിൽ അത് ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. അതായത് B1 എമൗണ്ട് ആണ് ഇവിടുന്ന് വരുന്നത്, B1 എമൗണ്ട് ആണ് ഇവിടുന്ന് വരുന്നതെങ്കിൽ B1 is equal to mu 0 K plus B2. അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് മീഡിയം 1ൽ നിന്ന് ഇങ്ങനെ പാരലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ അതിനേക്കാൾ കൂടിയൊരു എമൗണ്ട് ആയിരിക്കും B1 is equal to B2, അതിനേക്കാൾ കുറഞ്ഞൊരു എമൗണ്ട് ആയിരിക്കും മീഡിയം 2ൽ ഉണ്ടാവുക. പാരലൽ കമ്പോണൻറ്റ് B1 സേ 5 ആണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്കിൽ അത് സർഫസ് ക്രോസ് ചെയ്ത് താഴേക്ക് പോകുമ്പോൾ 4 3 എത്രയാണെന്ന് വെച്ചാൽ മാറും ഡിപ്പെൻഡിങ് ഓൺ ദി വാല്യൂ ഓഫ് K. അപ്പോൾ പാരലൽ കമ്പോണൻറ്റ് ഡിസ്കണ്ടിന്യൂസ് ആണ്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലറായിട്ട് പോവുകയാണെങ്കിൽ അതിന് വേറെ പ്രശ്നമൊന്നുമില്ല, അതങ്ങനെ പാസ് ചെയ്യും, മീഡിയം ചേഞ്ച് ചെയ്താൽ അതിന് പ്രശ്നമില്ല. പക്ഷേ പാരലായിട്ട് പോവുകയാണെങ്കിൽ ദർ വിൽ ബി എ ചേഞ്ച് ഇഫ് ദർ ഇസ് എ സർഫസ് കറണ്ട് അറ്റ് ദി ഇൻ്റർഫേസ്. ഓക്കെ, let me summarize. These two are the boundary conditions. Perpendicular component is continuous, parallel component is discontinuous by an amount of determined by surface current density. Now we can club these two equations together to form a single vector equation. നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് B എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ പാരലൽ കമ്പോണൻറ്റ് പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് പ്ലസ് പാരലൽ കമ്പോണൻ്റ് ആണ്. B പെർപെൻഡിക്കുലർ ആൻഡ് B പാരലൽ, അതിൻ്റെ വെക്റ്റർ സൈനും കൂടെ വെക്റ്റർ അഡീഷനാണ് ഇവിടെ ചെയ്യേണ്ടത്. സോ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് B ആണ്. സോ ഈ രണ്ട് ഇക്വേഷനും കൂടി ഞാൻ സമ്മറൈസ് ചെയ്ത് ഒരു സിംഗിൾ ഫോമിലായിട്ട് എഴുതാം. ദാറ്റ് ഈസ് വെക്റ്റർ B1 മൈനസ് വെക്റ്റർ B2. ഇവിടെ നമ്മൾ എഴുതിയത് കമ്പോണൻ്റ് ആണ്, ഇത് മാറ്റി നമ്മൾ വെക്റ്റർ ആയിട്ട് തന്നെ എഴുതുന്നു. B1 മൈനസ് B2, വെക്റ്റർ B1 മൈനസ് വെക്റ്റർ B2 ഈസ് ഈക്വൽ ടു mu 0 ടൈംസ് K ക്രോസ് N. സോ എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്? വാട്ട് ഈസ് K ക്രോസ് N? K ക്രോസ് N ഈസ് അലോങ് ടാൻജൻഷ്യൽ ഡയറക്ഷൻ. ആ ഫിഗറിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. വെർ ഈസ് ദാറ്റ് ഫിഗർ? Okay, what is K cross N? K is in this direction. N cap is a unit vector perpendicular to the surface and pointing from medium 1 to 2. ഈ ഡയറക്ഷനിലാണത്. K ഈ ഡയറക്ഷനാണ്. സോ ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് K cross N. K cross N. So K cross N is in the direction of DL. ഈ ഡയറക്ഷനാണ്, അല്ലെങ്കിൽ ടാൻജൻഷ്യൽ ഡയറക്ഷനിലാണ് വരുന്നത്. സോ K cross N is along tangential direction. ടാൻജൻഷ്യൽ ഡയറക്ഷൻ ഓർ DL ഡയറക്ഷൻ. അപ്പോൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ടാൻജൻഷ്യൽ കമ്പോണൻ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഓരോ കമ്പോണൻ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് എടുക്കുകയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് ഇല്ല, അത് ടാൻജൻഷ്യൽ ഡയറക്ഷനിലാണ്. സോ B1 പെർപെൻഡിക്കുലർ മൈനസ് B2 പെർപെൻഡിക്കുലർ ഈക്വൽ ടു 0. ദെൻ പാരലൽ കമ്പോണൻ്റ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ടാൻജൻഷ്യൽ കമ്പോണൻ്റ് എടുക്കുകയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിന് ടാൻജൻഷ്യൽ കമ്പോണൻ്റ് മാത്രമേ ഉള്ളൂ. അതെന്ന് പറഞ്ഞാൽ K ക്രോസ് N ആണ്. N യൂണിറ്റ് വെക്ടറാണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. സോ K ക്രോസ് N അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വരിക K തന്നെയാണ് വരിക. സോ mu 0 K. അപ്പോൾ രണ്ടും കൂടെ ക്ലബ് ചെയ്ത് നമുക്ക് ഒറ്റ സിംഗിൾ ഇക്വേഷൻ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ എഴുതാം. ഓക്കെ, സോ ഈ ബൗണ്ടറി കണ്ടീഷൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അടുത്ത സെമസ്റ്ററിൽ നമ്മൾ കാണും ലൈറ്റ് ഈസ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. അങ്ങനെ ഒരു യൂണിഫിക്കേഷനാണ് വരുന്നത്. ലൈറ്റും ഇലക്ട്രോമാഗ്നറ്റിക് വേവും തമ്മിലുള്ള ഒരു യൂണിഫിക്കേഷനാണ് വരുന്നത്. അപ്പോൾ ഒപ്റ്റിക്സും ഇലക്ട്രോഡൈനാമിക്സും കൂടിയാണ് മെർജ് ചെയ്ത് യൂണിഫൈ ചെയ്ത് ഒറ്റ സിംഗിൾ സബ്ജക്റ്റായി മാറുന്നത്. ഈ മാക്സ്വെൽസ് ഇക്വേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്. അപ്പോൾ ഒപ്റ്റിക്സിൽ നിങ്ങൾ പറയുന്നുണ്ട് ലോ ഓഫ് റിഫ്ലക്ഷൻ, ലോ ഓഫ് ട്രാൻസ്മിഷൻ, ഒരു ലെൻസ് എങ്ങനെ ലൈറ്റിനെ ഫോക്കസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പ്രിസം എങ്ങനെ ഡിസ്പേഴ്സ് ചെയ്യുന്നു ലൈറ്റിനെ. അതൊക്കെ ഒപ്റ്റിക്സിൻ്റെ തിയറികൾ വെച്ചിട്ടാണ് നിങ്ങൾ ലോ ഓഫ് റിഫ്ലക്ഷൻ, ലോ ഓഫ് ലോ ഓഫ് റിഫ്രാക്ഷൻ അതൊക്കെ പഠിക്കുന്നുണ്ട്. സോ ദാറ്റ് ഓൾ എമർജസ് ഫ്രോം ദീസ് ബൗണ്ടറി കണ്ടീഷൻസ്. നമ്മൾ ഇനി അടുത്ത സെമസ്റ്ററിൽ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ കാണും. അതെല്ലാം ഈ മാക്സ്വെൽസ് ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാം. ലോ ഓഫ് റിഫ്ലക്ഷൻ, I ഈക്വൽ ടു ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, അല്ലെങ്കിൽ സ്നെൽസ് ലോ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്യാവുന്നു. അതെല്ലാം തീരുമാനിക്കുന്ന ഈ ബൗണ്ടറി കണ്ടീഷനാണ്. ഈ ബൗണ്ടറി കണ്ടീഷൻ എവിടെ നിന്നാണ് വരുന്നത്? മാക്സ്വെൽസ് ഇക്വേഷനാണ് വരുന്നത്. ഡൈവർജൻസ് ആൻഡ് കേൾ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് എന്നാണ് വരുന്നത്. സോ അതാണ് ഈ ബൗണ്ടറി കണ്ടീഷൻ്റെ അപ്ലിക്കേഷൻസ്. നമ്മൾ ഒരു ബൗണ്ടറി ക്ലോസ് ചെയ്യുമ്പോൾ, ഗ്ലാസ്സിലേക്ക് കിടക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ എങ്ങനെ ബെൻഡ് ചെയ്യുന്നു, അതെന്താണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, എങ്ങനെ കളറുകൾ സ്പ്ലിറ്റ് ചെയ്യുന്നു,
ആ കാര്യങ്ങളൊക്കെ അതിൻ്റെ എല്ലാം ഫണ്ടമെൻ്റൽ തിയറി എന്ന് പറഞ്ഞാൽ ഈ ബൗണ്ടറി കണ്ടീഷനാണ്. സോ ബൗണ്ടറി കണ്ടീഷൻ ഇറ്റ് സെൽഫ് കെയിം ഫ്രം ദി ഫണ്ടമെൻ്റൽ ഇക്വേഷൻ മാക്സ്വെൽ ഡൈവർജൻസ് ആൻഡ് കേൾ ഇക്വേഷൻസ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ്.